നമസ്കാരം. ഗവർണറായി കേരളത്തിൽ വന്നതിന് ശേഷം ഈ ആർലേക്കർ എന്ന് പറയുന്ന മുൻ ഗോവയുടെ ഗവർണറായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നിട്ട് പല രീതിയിലുള്ള വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് പിന്നീടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കി RSSനെയും BJPയെയും പ്രീതിപ്പെടുത്തി തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആർലേക്കർ നടത്തുന്ന ഈ പൊറാട്ട് നാടകത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോ അവിടുത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെല്ലാമെന്ന് ഉറപ്പും കൊടുത്തിരുന്നു. എന്നാൽ ആ ഔദ്യോഗിക സന്ദർശനത്തിൽ അവിടെ ഒരു പുസ്തക പ്രകാശനമുണ്ടെന്നും ആ പുസ്തക പ്രകാശനത്തിൽ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. ആ താക്കീത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കി ആർലേക്കർ ഭരണഘടന അനുശാസിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ അവിടെ നിർവഹിക്കുകയുണ്ടായി. അതാണ് ഒന്നാമത്തെ കാര്യം. മുൻപ് ഇതുപോലുള്ള ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആർലേക്കർ ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായി വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത അവിടെ കൊണ്ടുവന്ന് ചിത്രം പതിക്കുകയും ആ പതിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ശിവൻകുട്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ആർലേക്കർ അല്ലെങ്കിൽ അവിടെ ചട്ടം ലംഘിച്ചതായിട്ട് പറഞ്ഞുകൊണ്ട് ആ ഗവർണർ പല നിലയിലുള്ള താക്കീതൊക്കെ കൊടുക്കുകയുണ്ടായി. ആ താക്കീതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ശിവൻകുട്ടി വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തുകയും ഗവർണറാണ് എന്നുള്ള നിലയിൽ വളരെ ശക്തമായി അപലപിക്കുകയും ശിവൻകുട്ടി ചെയ്യുകയുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ആ ഭാരതാംബയുടെ ചിത്രം ഒരു കാരണവശാലും ആ ഭാഗത്തുണ്ടാവാൻ പാടില്ല എന്നുള്ള താക്കീത് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആർലേക്കർ അനുസരിച്ചിട്ടുണ്ട്. അവിടെ ഗവർണർ എന്നുള്ള ഒരു ചുമതല ഉള്ള ഒരു വ്യക്തിയാണ് ആർലേക്കർ. ആ ആർലേക്കറിന്റെ പരിപാടിക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാം. മുഖ്യമന്ത്രിയും ഗവർണറും പങ്കെടുക്കുന്ന രാജ്ഭവനിലെ ചടങ്ങിൽ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാദമായ ഭാരതാംബ ചിത്രമില്ല. ആ വിവാദമായ ഭാരതാംബ ചിത്രം മാറ്റിയിരിക്കുകയാണ് ഗവർണർ. ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ശശി തരൂരും ഒക്കെ ചടങ്ങിലുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് രാജ്ഭവനിൽ വെച്ച് പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഭാരതാംബ വിവാദം ഉണ്ടായതിനു ശേഷം ഇതുവരെ മുഖ്യമന്ത്രിയും ഗവർണറും രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനല്ലാതെ മറ്റൊരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. രാജ്ഭവന്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് ഗവർണറുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയത്. രാജ്ഭവനിൽ എത്തുമ്പോൾ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവാം. ഗവർണർ അതിന് വഴങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വേദിയിൽ ദേശീയ പതാകയല്ലാതെ ഭാരതാംബയുടെ വിവാദ ചിത്രമില്ല. നേരത്തെ ഭരണഘടന അനുശാസിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ഏത് ഗവർണർക്കും അവിടെ സത്യസന്ധമായി ഇരുന്ന് പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനിയും മുഖ്യമന്ത്രി അത് തന്നെ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ആർലേക്കർ എന്ന് പറയുന്ന BJPയുടെ പ്രതിനിധിയായി BJPയുടെ മന്ത്രിസഭ വിട്ട ഒരു ഗവർണർ അത് RSSന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വന്നതാണെന്നുള്ളത് തുടക്കത്തിലെ നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോ ഈ ശിവൻകുട്ടി അതിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി ചെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അവർ ശക്തമായി അതിനെ അപലപിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി നിർവഹിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ ശാസന കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഗവർണർ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ചിത്രം അവിടെ വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൃത്യമായി നിർവഹിച്ചിരിക്കുകയാണ്. എന്തായാലും ആർലേക്കർ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു. ഇനിയും അതുപോലുള്ള കാര്യങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവും മറ്റും ഉണ്ടാവും. എന്തായാലും
ആർലേക്കർ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് കൃത്യമായി തന്നെ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്.